ഹായ് ഫ്രണ്ട്സ്, നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തിക്കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 5 മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ആവശ്യത്തിന് പുളി. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാകം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക. മുളക് പൊടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, എല്ലാം ചേർക്കുക. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി വാടി വരുമ്പോൾ നമ്മൾക്ക് കുഴച്ച് വെച്ച മുളകൊന്ന് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പൊന്ന് വഴറ്റിയെടുക്കുക. അരപ്പൊന്ന് മൂത്ത മണം വരണം. 2 കപ്പ് വെള്ളം ചേർക്കണം. അരപ്പ് മൂത്ത് കഴിയുമ്പോൾ 2 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മത്തി ചേർക്കും. തക്കാളിയും ചേർത്ത് മൂടി വെച്ച് 15 മിനിറ്റ് വേവിക്കുക. ചാറൊക്കെ വറ്റി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തിക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.